കഥ രാഘവീയത്തിൻ്റെ 5-ാം പതിപ്പിൻ്റെ 5-ാം ദിവസത്തിൽ എന്നെ കേൾക്കാനെത്തിയ, രാമായണത്തിൻ്റെ അറിവുകളെ പങ്കുവയ്ക്കാനെത്തിയ ഏറെ പ്രിയപ്പെട്ട ബഹുമാന്യരായ എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഏറെ സന്തോഷമുണ്ട്. ഒരു കാലത്ത് ഒരുപാട് കാലം ജീവിച്ച, ഇടപെട്ട ഇടങ്ങളിലൂടെയൊക്കെ വീണ്ടും ഒന്ന് നടക്കാനും ശ്വസിക്കാനും ഒക്കെ ഒരവസരം കിട്ടിയതിലുള്ള സന്തോഷമാണ് ഇപ്പോൾ എനിക്ക് കൂടുതലുള്ളത്. മാത്രവുമല്ല, നമ്മുടെ ഇത്ര പുരാതനമായ, ഇത്രയ്ക്കും എന്താ പറയുക, നമ്മുടെ ആദിമ സംസ്കാരത്തോട് ആഴത്തിൽ വേരുകൾ ഊന്നിക്കിടക്കുന്ന ഒരിടത്ത് നിന്നുകൊണ്ട് നമ്മുടെ ആദി കാവ്യത്തെക്കുറിച്ച്, രാമായണത്തെക്കുറിച്ച്, ആദി കവിയെക്കുറിച്ച് ഒക്കെ സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു ധന്യതയുണ്ട്. എനിക്കറിയുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് അറിയാം, നമുക്കെല്ലാവർക്കും ഏറെ പരിചിതമായിട്ടുള്ള രാമായണം എന്ന് പറയുന്നത് എഴുത്തച്ഛൻ്റെ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ടാണ്. അദ്ദേഹം എന്തുകൊണ്ട് ആ കൃതി എഴുതിയെന്നും, മൂലകൃതിയിൽ നിന്നും, അധ്യാത്മ രാമായണം എന്നുള്ള മൂലകൃതിയിൽ നിന്നും, ആദി രാമായണത്തിൽ നിന്നും, വാൽമീകി രാമായണത്തിൽ നിന്നും, മറ്റനേകം രാമായണങ്ങളിൽ നിന്നും എന്തുകൊണ്ട് അദ്ദേഹം തൻ്റെ കൃതികളിൽ ചില കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയെന്നും ചില കൂട്ടിക്കുറയ്ക്കലുകൾ നടത്തിയെന്നുള്ളതും നമ്മൾ പലവട്ടം കേട്ടിട്ടും അറിഞ്ഞിട്ടും ഒക്കെയുള്ള കാര്യമാണ്. രാമകഥ ഏറെ കൗതുകമുള്ള ഒന്നായിട്ട് മാറുന്നത് എല്ലാവരെയും പോലെ തന്നെ ഫാദർ കാമിൽ ബുൽക്കയുടെ രാമകഥ പഠനം, രാമകഥ ഉൽപ്പത്തിയും വികാസവും എന്നുള്ള ആ പുസ്തകം വായിച്ചതിന് ശേഷമാണ്. ഇത്രയേറെ രാമായണങ്ങൾ, ഇത്രയേറെ വൈവിധ്യങ്ങൾ നമുക്ക് നമ്മുടെ ഭാഷയ്ക്ക്, സാഹിത്യത്തിന്, നമ്മുടെ പൈതൃകത്തിന് ഉണ്ടല്ലോ എന്നുള്ള അഭിമാനം തോന്നിയ നിമിഷം. മാത്രമല്ല, എ.കെ. രാമാനുജൻ്റെ 300 രാമായണങ്ങൾ പോലെയുള്ള കൃതികൾക്ക് ഒക്കെ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകുന്ന ഒരു കാലത്തിൽ നിന്നുകൊണ്ടും നമ്മൾ ഫാദർ കാമിൽ ബുൽക്കയുടെ രാമായണ പാഠങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് ഏറെ പ്രസക്തിയുണ്ടെന്ന് തോന്നുന്നുമുണ്ട് ഇപ്പോൾ. മാത്രമല്ല, ആ ഒരു കൃതി പ്രധാനം എന്ന് തോന്നാനുള്ള ഒരു കാരണം കൂടി പറയാം. നമ്മുടെ സംസ്കാരത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരാൾ ഭക്തിലേശമില്ലാതെ നമ്മുടെ ഒരു കൃതിയെ സാഹിത്യം എന്ന നിലയിലും സംസ്കാരം എന്ന നിലയിലും ഭാഷാ സ്വരൂപത്തിലും അടുത്തറിയാൻ നടത്തിയ ഒരു ശ്രമമാണ് അതെന്നുള്ളത് കൊണ്ട് നമ്മൾ കാണുന്ന കാഴ്ചയല്ല പുറമേ നിന്ന് കാണുന്ന ഒരാൾ കാണുന്ന കാഴ്ച എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രാമായണത്തിൽ അതിൻ്റെ ഭക്തിപരമായ അംശങ്ങളെ എല്ലാം മാറ്റി നിർത്തിയിട്ട് ചിന്തിക്കുമ്പോഴും രാമായണം മുന്നോട്ട് വയ്ക്കുന്ന സനാതനമായ ചില മാനുഷിക മൂല്യങ്ങളുണ്ട്, ബന്ധവൈവിധ്യങ്ങളുണ്ട്, ബന്ധവൈചിത്ര്യങ്ങളുണ്ട്. അതിൽ ഒരുപാട് ആദിവാസി ഗോത്രങ്ങൾ അതിൽ കടന്നു വരുന്നുണ്ട്. നമ്മൾക്ക് അനാര്യന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളെ കുറിച്ച് അതിൽ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. മൃഗ ആരാധന നിലനിന്നിരുന്ന ഒരു സമൂഹത്തെ അത് അടയാളപ്പെടുത്തുന്നുണ്ട്. പ്രകൃതിയോടും പരിസ്ഥിതിയോടും എങ്ങനെയാണ് ഒരു കാലത്ത് മനുഷ്യൻ ഇടപെട്ടിരുന്നത് എന്ന് രാമായണം നമ്മളോട് സംവദിക്കുന്നുണ്ട്. അനവധി ഗോത്രങ്ങളെ അത് നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ഗോത്രങ്ങളിൽ ഓരോന്നിലും നിലനിന്നിരുന്ന മൂല്യസങ്കല്പത്തിലുള്ള വ്യത്യാസങ്ങൾ, നിയമസംഹിതയിലുള്ള വ്യത്യാസങ്ങൾ, നീതിബോധത്തിലുള്ള വ്യത്യാസങ്ങൾ, അവ തമ്മിലുള്ള സംഘർഷങ്ങൾ, ആന്തര സംഘർഷങ്ങളും വളരെ പ്രകടമായിട്ടുള്ള സംഘർഷങ്ങളും കലാപങ്ങളും ആ കൃതി നമുക്ക് മുന്നിൽ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും പഴയ രാമായണം വാൽമീകി രാമായണമാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആദി രാമായണം അതാണെന്നുമല്ല, അതിനു മുമ്പും വാമൊഴിയായിട്ട് പല രാമായണങ്ങൾ പലയിടങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ടെന്നും നമുക്കറിയാൻ പറ്റും. വേദകാലഘട്ടത്തിൽ രാമകഥ പ്രചാരത്തിലില്ല എന്നും നമുക്കറിയാവുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ മര്യാദാ പുരുഷോത്തമനായ രാമന്റെ കഥ പറയുന്ന ഉത്തമനായ പുരുഷനാര് എന്നുള്ള, ഉത്തമനായ മനുഷ്യനാര് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമായി നമുക്ക്
ലഭിക്കുന്ന രാമായണം യഥാർത്ഥത്തിൽ ആദർശ ക്ഷത്രിയന്റെ കഥയാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്താണ് ക്ഷത്രിയ ധർമ്മം? ബ്രാഹ്മണരെ രക്ഷിക്കുക, ഭൂമിയെ സംരക്ഷിക്കുക, ഗോക്കളെ സംരക്ഷിക്കുക എന്നുള്ള കുറെ ക്ഷത്രിയ നീതികളിൽ ഊന്നിയിട്ടുള്ള രാമായണമാണ് നമ്മൾ വായിച്ചും അറിഞ്ഞും വന്നിട്ടുള്ളത്. ഇതില് ഈ ആദിരാമായണത്തിൽ നിന്നും പ്രക്ഷിപ്തമാണ് നമുക്ക് ഇപ്പോൾ കൂടുതൽ പരിചിതമായിട്ടുള്ള അധ്യാത്മരാമായണം എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. അതില് ആദിരാമായണത്തില് ശ്രീരാമ പട്ടാഭിഷേകവും രാമരാജ്യത്തിന്റെ വിവരണവും ഒക്കെ ആയിട്ട് ആ കൃതി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോ നമുക്ക് പരിചിതമായിട്ടുള്ള ഉത്തരകാണ്ഡം, അതിനുശേഷമുള്ള സീതാപരിത്യാഗം മുതലായിട്ടുള്ള രാവണ യുദ്ധം മുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ആദിരാമായണത്തിൽ ഇല്ല. മാത്രമല്ല ഈ അവതാര കഥ ഉൾപ്പെടുന്ന ബാലകാണ്ഡവും അതിലെ അവതാരം ഉൾപ്പെടെ എല്ലാം പ്രക്ഷിപ്തമാണ്, പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് രാമായണം എന്നുള്ളത് രാമന്റെ അയനമാണ്, മായ്ക്കലാണ്, ഇരുട്ടിനെ അകറ്റലാണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇപ്പോ നമ്മൾ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്ന പല കാര്യങ്ങളും ആദിരാമായണത്തിന്റെ ഭാഗമായിരുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. വളരെ ആദർശശാലിയായിട്ടുള്ള ഒരു മനുഷ്യന്റെ കഥയായിട്ടാണ് ആദിരാമായണം നമ്മുടെ മുന്നിൽ ശ്രീരാമ കഥ അവതരിപ്പിച്ചു വരുന്നത്. അതില് അക്കാലത്ത് ഏകപത്നിത്വം സാധാരണമല്ലായിരുന്നു എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. അക്കാലത്താണ് ഏകപത്നി വ്രതക്കാരനായ രാമനെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. മാത്രമല്ല വളരെ നമ്മുടെ ഭക്ഷണത്തിന്റെ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യുന്ന കാലത്ത് മാംസം ഭക്ഷിച്ചിരുന്ന ക്ഷത്രിയനായ രാമനെയും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പൊ ഇത് പ്രചരിച്ചിരുന്നത് വാമൊഴിയായിട്ടാണ് ആദിരാമായണം പ്രചരിച്ചിരുന്നതെന്ന് പറയുന്നു. കുശീലവന്മാരാണ് ഇത് പാടി നടന്നിരുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഈ കുശീലവന്മാർ വാൽമീകി ശിഷ്യന്മാരായിരുന്നു എന്നും മാത്രമല്ല അതൊരു വർഗമായിരുന്നു. കുശീലവ വർഗം എന്നുള്ളത് അവരുടെ ഉപജീവന മാർഗം തന്നെ രാമകഥ പാടി പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്നും വരുന്നു. പിന്നീട് വാൽമീകിയുടെ മക്കളുടെ പേര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാൽമീകിയല്ല, രാമന്റെ മക്കളുടെ പേര് യഥാർത്ഥത്തിൽ വാൽമീകി രാമായണത്തിൽ പറയുന്നേയില്ല. ലവൻകുശൻ എന്നുള്ളത് ഈ കുശീലവ വർഗത്തെ പിന്നീട് മാറ്റി എടുത്തതാണെന്ന് പറയുന്നു. അപ്പോ ഇത് ഗ്രന്ഥരൂപത്തിൽ ഒരു നിയതമായ ഘടനയിൽ ചിട്ടപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എവിടെ പാടുന്നോ, ഏത് സമൂഹത്തിൽ പാടുന്നോ ആ ജനതയ്ക്ക് ഏതാണോ പ്രിയപ്പെട്ടത് അതിൽ കൂടുതൽ ഊന്നിപ്പാടുക എന്നുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെ ഊന്നിപ്പാടുമ്പോൾ ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള ഭാഗങ്ങൾ ഇത്തിരി കയ്യിൽ നിന്നിട്ട് ഒലിപ്പിക്കുക, താല്പര്യമില്ലാത്ത ചില ഭാഗങ്ങളെ വിട്ടുകളയുക. ഇങ്ങനെയുള്ള ഒരുപാട് കൂട്ടിച്ചേർക്കലുകളും കളയലുകളും രാമകഥയ്ക്ക് ഓരോരോ കാലങ്ങളിലും ഓരോരോ ഇടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. ഈ ക്രിസ്തുവിന് ഒരു നൂറ്റാണ്ട് മുമ്പാണ് ഈ വാൽമീകിയെ രാമന്റെ സമകാലികനാക്കി മാറ്റി തീർത്തത്. അതുവരെയും വാൽമീകി ഒരു ഗ്രന്ഥകർത്താവും രാമൻ കഥാപാത്രവുമായിരുന്നു എന്നുള്ളത്. മാത്രമല്ല ഈ നമ്മുടെ രത്നാകരൻ എന്ന കൊള്ളക്കാരന്റെ കഥയും ആ വാൽമീകത്തിന്റെ കഥയും മരാമര എന്നുള്ള ജപവും എല്ലാം പിൽക്കാലത്ത് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി വന്നതാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതില് ഞാൻ ഇന്ന് കൂടുതൽ ഊന്നാൻ പോകുന്നത് സുന്ദരകാന്ഡത്തിലെ കവികർമ്മ കൗശലത്തെ കുറിച്ചാണ്. അപ്പൊ ഈ സുന്ദരകാന്ഡം എന്ന് പറയുന്നതും ഈ ആദിരാമായണത്തിൽ നിന്നും നമ്മൾക്ക് ഏറെ പരിചിതമായ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലേക്ക് എത്തുമ്പോൾ അതിലും ചില കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. അതില് നമ്മൾക്ക് പരിചിതമായ രാമായണത്തിലെ ഹനുമാൻ സമുദ്രം ചാടിക്കടക്കുകയാണ് ചെയ്തത്. അതിനായി അദ്ദേഹം നടത്തുന്ന തയ്യാറെടുപ്പുകൾ, മാനസികമായ ഒരുക്കങ്ങൾ ഒക്കെ നമ്മൾ വളരെ വിശദമായി നമ്മൾ പരിചയമുള്ളതാണ്. പക്ഷേ സമുദ്രം നീന്തിക്കടന്ന ഹനുമാനെയാണ് വാൽമീകി രാമായണം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ലങ്കാദഹനവും പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്ന് പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല പല
രാവണന്റെ രാവണൻ ജടായുവിനെ കൊന്ന ഇടമാണ്, ഇവിടെ ശ്രീരാമന്റെ പാദം പതിഞ്ഞ ഇടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതവര് കുത്തിയ അവർക്ക് വേണ്ടി ജലം ഉണ്ടായ കുളമാണ്, ഇടമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് അലൗകിക കഥകളും പിൽക്കാലത്ത് പ്രചരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഭക്തിയുടെ ശ്രീരാമഭക്തിയുടെ കാലത്തിനും മുമ്പാണ് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ രാമകഥ പ്രചരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും അവിടെ ഭക്തി എന്നുള്ള അംശം വളരെ കുറവും ഈ രാമകഥയുടെ പ്രാധാന്യം ഏറുകയുമാണ് ചെയ്തിട്ടുള്ളത്. പിൽക്കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഭക്തിക്ക് പ്രാധാന്യം വർദ്ധിച്ചു വന്നിട്ടുള്ളത് എന്ന് പറയുന്നു. അധ്യാത്മരാമായണത്തില് ഒരുപാട് ഭക്തിയുടേതായിട്ടുള്ള ഒരുപാട് അംശങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. അതില് അലൗകികതയുടെ അംശങ്ങൾ ഏറിയിരിക്കുന്നു എന്നറിയാം. മായ, സീതാത്യാഗം, രാവണന്റെ വിപരീത ഭക്തി, ഇതെല്ലാം അതിൽ പ്രകടമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാമായണം എന്ന കൃതി മുന്നോട്ട് വയ്ക്കുന്ന കലയുടെയും സാഹിത്യത്തിൻ്റെതുമായിട്ടുള്ള ആദർശത്തിൻ്റെതുമായിട്ടുള്ള ഒരു വലിയ സൗന്ദര്യ ലോകമുണ്ട്. ആ കൃതി നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് നിരന്തരമായൊരു ചലനാത്മകത ആ കൃതി സംവേദനം ചെയ്യുന്നുണ്ട്. വളരെ ആഴമേറിയ ഒരു സർഗാത്മകതയുടെ തലം അത് കൈകാര്യം ചെയ്തിരുന്ന ഓരോ കവിയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വൈയക്തിക സംഘർഷങ്ങളുടെ, ഒരുപാട് വർഗങ്ങൾക്കിടയിൽ നിൽക്കുന്ന മൂല്യബോധങ്ങളിൽ അധിഷ്ഠിതമായ സംഘർഷങ്ങളുടെ ഒരു ഇടമായിട്ടും രാമായണം മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മാത്രമല്ല ആ ഒരു കാലത്ത് നമ്മുടെ ഭാരതത്തിലും കേരളത്തിലും ഭക്തി പ്രസ്ഥാനത്തിന് ആഴമുള്ള വേരോട്ടമുണ്ടായിരുന്ന ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തെ പരിവർത്തിപ്പിക്കണം, അതിനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം ഭക്തി തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭക്തിയിൽ ഊന്നിക്കൊണ്ട് ചെറിയ ഭയത്തിൽ, മൂല്യബോധത്തിൽ ഊന്നിയിട്ടുള്ള ഭയത്തിൽ ഊന്നിക്കൊണ്ട് മാത്രമേ ഈ സമൂഹത്തെ ഇനി മുന്നോട്ട് നയിക്കാവൂ എന്ന് തിരിച്ചറിഞ്ഞ ഒരു ആചാര്യനാണ് നമുക്ക് അധ്യാത്മരാമായണം കിളിപ്പാട്ട് പകർന്നു തന്നിട്ടുള്ളത്. അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ബോധഹീനന്മാർക്ക് അറിയാവണ്ണമാണ് ഞാൻ ഈ കഥ ചൊല്ലുന്നത് എന്ന്. ബോധഹീനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിസാധാരണക്കാരായിട്ടുള്ള രാമതത്വം അറിഞ്ഞുകൂടാത്ത സാധാരണ ജനങ്ങളാണ്. അവർക്കറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മൂല്യകഥനം ചെയ്യുന്നു, ഈ കഥ പാരായണം ചെയ്യുന്നു അദ്ദേഹം പറയുന്നു. അത് കൃതിയുടെ അവസാനത്തിലും അത് തന്നെയാണ് അദ്ദേഹം ഊന്നി പറഞ്ഞു വെക്കുന്നത്. ഇത് മുഴുവൻ പറഞ്ഞ് അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ മൂല്യബോധനങ്ങളും ഭക്തി ദർശനങ്ങളും എല്ലാം അവതരിപ്പിച്ചു കഴിഞ്ഞും അദ്ദേഹം പറയുന്നത്, ശ്രീരാമചരിതം ഞാൻ ഇങ്ങനെ ചൊല്ലിയിടിനേൻ, സജ്ജനമാനന്ദിച്ചു നൽകിയിടും അനുഗ്രഹം, ദുർജന ഭാഷണം ബഹുമാനിച്ചിടേണ്ട എന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു വെക്കുന്നു. ഞാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞു വച്ചിരിക്കുന്നു, അത് ബോധമുള്ള ആളുകൾ, നല്ല ആളുകൾ അതിനെ അംഗീകരിക്കും. ദുർജന ഭാഷണം വകവയ്ക്കുകയേ വേണ്ട. കവിക്ക് വേണ്ട ത്യാജ ഗ്രാഹ്യ വിവേചനം ആണത്. എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ സമൂഹത്തിന് സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം പറയുന്നു. അപ്പൊ ഭക്തി ഒരു വലിയ തിരുത്തൽ ശക്തിയാണ് എന്ന തിരിച്ചറിവിൽ ഊന്നിക്കൊണ്ട് രചിക്കപ്പെട്ട ഒരു കൃതി. മാത്രമല്ല അത് വലിയൊരു വിപ്ലവം അദ്ദേഹം അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഭക്തി പിന്തിരിപ്പനാണെന്നൊക്കെ പറയുകയാണെങ്കിലും വളരെ വിപ്ലവമാണ്. അതുകൊണ്ടാണ് ഹരിനാമ കീർത്തനത്തിൽ പറയുന്നത്, ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നി യജനം ചെയ്യും ഭൂസരനും ഹരിനാമ കീർത്തനം എന്താ പറയാ ആർക്കും ഉപകരിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഋതുവായ പെണ്ണിന് ഒരു ഭക്തി പ്രധാനമായ കൃതിയെ കയ്യിലെടുക്കുകയും വായിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാമോ എന്നുള്ള ചിന്തയിലാണ് ഇന്നത്തെ നമ്മുടെ നവോത്ഥാന സമൂഹവും ഭയപ്പെട്ട് നിൽക്കുന്നത് എന്നിടത്താണ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരാൾ നമ്മോട് ഇങ്ങനെ ഉദ്ബോധനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഏകദേശം 29ഓളം രാമായണ പാഠങ്ങൾ പല മട്ടിൽ പ്രചരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പഠനങ്ങൾ പറയുന്നത് അതിൽ നമ്മൾ പല അനുഷ്ഠാന രൂപങ്ങളിലും പല വാമൊഴി പാഠങ്ങളിലും നമ്മുടെ തോൽപ്പാവക്കൂത്ത് പോലുള്ള കലാരൂപങ്ങളിലും എല്ലാം മാപ്പിള രാമായണം, വയനാടൻ രാമായണം പോലെയുള്ള ഒരുപാട് കൃതികളിലും വില്ലടിച്ചാൻ
പാട്ട്, രാമകഥ പാട്ട് പോലുള്ള കൃതികളിലുമെല്ലാം പല മട്ടിൽ രാമകഥ പ്രചരിച്ചിട്ടുണ്ട് എന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് സുന്ദരകാന്ഡം, അതാണല്ലോ ഞാൻ ഊന്നി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ സുന്ദര ശബ്ദത്തിൻ്റെ പല അർത്ഥ ഭേദങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ പരാമർശിക്കപ്പെട്ടു എന്ന് ഞാൻ കേട്ടു. അപ്പോൾ സുന്ദരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഭേദങ്ങളുണ്ട്. അതിൽ സുന്ദര ശബ്ദത്തിന് വാനരൻ എന്നർത്ഥമുണ്ട്. ഹനുമാനാണ് അതിലെ പ്രധാന കഥാപാത്രം. നമ്മുടെ സുന്ദരകാന്ഡത്തിലെ പ്രധാന കഥാപാത്രം ഹനുമാനാണ്. മാത്രമല്ല ഏറ്റവും മനോഹരമായ കാണ്ഡം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുന്ദരകാന്ഡം മാത്രമാണ്. ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയ കാലത്ത് 2010 കോളേജിൽ പഠിപ്പിച്ചു തുടങ്ങിയ കാലത്ത് എനിക്ക് പഠിപ്പിക്കാൻ കിട്ടിയത് ഒരു പോർഷൻ സുന്ദരകാന്ഡമാണ്. അന്ന് എൻ്റെ HOD ആയിരുന്ന ബീന ടീച്ചർ എന്നോട് പറഞ്ഞു, ഋത്തിക്ക് പുണ്യം കിട്ടും, കാരണം സുന്ദരകാന്ഡല്ലേ എത്ര തവണയാ വായിക്കുന്ന പഠിപ്പിക്കുന്ന കുട്ടികളെ, അതുകൊണ്ട് പുണ്യം കിട്ടും, ഉറപ്പിച്ചു എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തോട് കൂടുതലൊരു ഇഷ്ടമുണ്ട്. അത്ര മനോഹരമായിട്ടുള്ള ഒരു കാവ്യഭാഗമാണത്. അത് അതിൻ്റെ തുടക്കം ആ ഒഴുക്കുണ്ടല്ലോ, സകല ശുക കുലവിമല തിലകിത കളയവരെ എന്നുള്ള ആ ഒഴുക്ക് മുതൽ ഇങ്ങോട്ട് കേൾക്കാനും വായിക്കാനും ഓരോ പദങ്ങളുടെയും അർത്ഥം വ്യവച്ഛേദിച്ചറിയാനും ആ കാവ്യ സന്ദർഭത്തോട് ആ കഥാസന്ദർഭത്തെയും കഥാപാത്രങ്ങളുടെയും അവരുടെ മാനസികമായിട്ടുള്ള പല പാകങ്ങളെയും ഒതുക്കി വെക്കുന്നതിലുമെല്ലാം എഴുത്തച്ഛൻ എന്ന കവി കാണിച്ചിട്ടുള്ള ചില കൗശലങ്ങളുണ്ട്. അതാണ് ആ ഒരു കാവ്യഭാഗത്തോട് നമ്മൾക്ക് ഇത്ര ആകർഷണമുണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ സമുദ്രലംഘനത്തിന് മുമ്പ് എന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ എന്ന് ഭയപ്പെട്ട് നിന്നിരുന്നൊരു ഹനുമാനെ നമുക്കറിയാം. കാരണം അങ്ങനെയുള്ള ചില ആളുകളും ഉണ്ട് നമുക്കിടയിൽ. നിറയെ കഴിവുകളുള്ളവരായിരിക്കും, അവരെ കൊണ്ട് നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ നിനക്കിത് കിട്ടും, നിനക്കിത് പറ്റും, നീ ശ്രമിക്ക് എന്ന് ഒന്ന് തോളിൽ തട്ടിൽ പറയാൻ, ഒന്ന് ഉന്തിവിടാൻ ആരെങ്കിലും ഉണ്ടാവണം. അധ്യാപകരൊക്കെ ഒരുപാടുണ്ടല്ലോ, അവർക്കറിയാം നമ്മുടെ മുന്നിലിരിക്കുന്ന പല കുഞ്ഞുങ്ങളും അങ്ങനെയുള്ളവരാണ്. ആ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ ഉന്ത് അതുണ്ടെങ്കിൽ എന്തും സാധിച്ച് നിഷ്പ്രയാസം വരുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ള ഒരാളായിരുന്നു നമ്മുടെ ഹനുമാൻ. അപ്പൊ ഈ സമുദ്ര ലംഘനത്തിന് ഒരുങ്ങുന്ന ഹനുമാൻ പറയുന്ന ആ വാക്കിൽ സ്ഫുരിക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അതിൽ പറയുന്നുണ്ട്, കണ്ടുകൊള്ളിൻ നിങ്ങളെങ്കിലെല്ലാവരും മമ ജനക സദൃശനകം അതിചപലമമ്പരേ മാനേന പോകുന്ന ദാശരേ ശാലയെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതില് നിങ്ങളെല്ലാവരും കണ്ടുകൊള്ളൂ, ഞാൻ എൻ്റെ അച്ഛനെ പോലെ, വായുപുത്രനാണല്ലേ, ആ കാറ്റെങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, ഒരു തടസ്സവും കാറ്റിനെ ബാധിക്കുന്നില്ല. അതിശക്തനായിട്ട് തികഞ്ഞ ലക്ഷ്യബോധത്തോട് തന്നെ ഞാൻ അവിടെ ചെന്ന് തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നഷ്ടപ്പെട്ട ആ വർദ്ധിത വീര്യം, ആത്മവിശ്വാസം എങ്ങനെയാണ് സ്വന്തം വാക്കുകളിലൂടെ പ്രകടമായിരിക്കുന്നത്. മാത്രമല്ല ആ പൈതൃകാഭിമാനത്തെ നമ്മൾ ഊന്നേണ്ടതാണ്. എഴുതിയ കാലം 16-ാം നൂറ്റാണ്ടാണ്. അച്ഛൻ എന്നുള്ളത് അത്ര രൂഢമൂലമായൊരു ബിംബമൊന്നുമായിട്ട് നമ്മുടെ സമൂഹത്തിൽ അന്ന് വേരോട്ടമില്ലാതിരുന്നൊരു കാലത്താണ് ആ പിതൃബിംബത്തിൽ അവിടെ ഊന്നുന്നത്. അച്ഛനെ പോലെ ഞാൻ മുന്നേറും എന്ന് പറയുന്ന ഒരു മകനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ മാത്രമല്ല ഇവിടെ പറയുന്നുണ്ട്, ശ്രീരാമഭക്തി ഓരോ വാക്കിലും ഓരോ ചലനത്തിലും തുളുമ്പുന്നുണ്ട് ഹനുമാനിൽ എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മുടെ ജനിമൃതികളുടെ ഈ ഒരു കടമ്പ കടന്നു കിട്ടാൻ ആ പ്രാണപ്രയാണ കാലത്തിൽ ആ രാമനാമത്തിന്റെ ഒരു ഓർമ്മ ജപം മാത്രം മതിയെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ദൂതനാണെന്നുള്ള തികഞ്ഞ അഭിമാനവും നമുക്ക് ദൂതോസ്മ്യഹം എന്ന് അദ്ദേഹം കൃത്യം പറയുന്നുണ്ട്. മമഹൃതി സപതി രഘുപതിരനാരദം തസ്യ ആംഗുലീയവുമുണ്ട് ശിരസിമേ എന്ന് ഊന്നി പറയുന്നു. ഞാൻ രാമഭക്തനാണ്, ശ്രീരാമനാൽ നിയോഗിക്കപ്പെട്ടവനാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ, തികഞ്ഞ അഭിമാനത്തോടെ, ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകുന്ന ഹനുമാനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ലക്ഷ്യബോധം
മഹിമ, പ്രാപ്തി, പ്രാഗമ്യ, വശിത്വം, ഈശിത്വം മുതലായിട്ടുള്ള 8 സിദ്ധികൾ. അതില് ഈ കടുകിനോട് സദൃശ്യമായി ഉടൽ ചെറുതാക്കുന്നതിനെയാണ് നമ്മൾ അണിമ എന്ന് പറയുന്നത്. ഇതിന് പകരമായിട്ട് ഒരു ഗരിമ നമ്മൾ ഇതിന്റെ അവസാനം കാണുന്നുണ്ട് സീതയുടെ മുന്നിൽ. നീ ഒരു കുഞ്ഞൻ, എങ്ങനെ നിന്നെ കൊണ്ട് ഇത് സാധിക്കും എന്ന് ആശങ്കപ്പെട്ട് സീതാദേവിക്ക് മുന്നിൽ സ്വന്തം രൂപം കാണിക്കുന്നുണ്ട്. അത് നമ്മൾ അതിലേക്ക് എത്തും. അപ്പൊ അങ്ങനെ ലങ്കാലക്ഷ്മിയെ കാണുന്നുണ്ട്. ലങ്കാലക്ഷ്മി കൃത്യമായിട്ടും വഴി കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ സീതാദേവിയെ ആദ്യമായി ഹനുമാൻ കാണുന്ന സന്ദർഭമല്ല, ലങ്കാലക്ഷ്മി ആദ്യമായി സീതാദേവിയെ കുറിച്ച് ഹനുമാനോട് പറയുന്നൊരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം എവിടെ എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് പറയുന്നത്. നിശിചരികൾ നടുവിൽ അഴലൊടു മരുവിനടോ നിർമ്മലഗാത്രിയാം ജാനകി സന്തതം എന്നുള്ളത് രാക്ഷസ സ്ത്രീകൾക്ക് നടുവിലാണ്. മാത്രമല്ല വിശേഷണം സീത എന്നുള്ള പേരല്ല അവിടെ പറയുന്നത്, മൈഥിലി എന്നുള്ള പേരല്ല, നിർമ്മലഗാത്രിയാം. ശരീരത്തിന് പരിശുദ്ധിയോടെ അവൾ ഇപ്പോഴും അവിടെ ദുഃഖിതയായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം കയ്യിൽ നിന്ന് പോയിട്ട് എന്ത്, എവിടെ, എങ്ങനെയെന്ന് ഒരറിവുമില്ലാതിരിക്കുന്ന ഒരുവളെ തേടി വന്ന ഒരുവനോട് ഇതല്ലാതെ പിന്നെ എന്ത് പറയാൻ? അപ്പൊ ആദ്യമേ തന്നെ ആ സൂചന കൊടുക്കുന്നു. അപ്പോ മാത്രമല്ല ചില വിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വേരോടിയിട്ടുള്ള ചില അടിസ്ഥാന വിശ്വാസങ്ങളുണ്ട്. ഇടത് ഭാഗം തുടിക്കുന്നത് സ്ത്രീകൾക്ക് നല്ലതാണെന്നും പുരുഷന്മാർക്ക് ദോഷം വരാനാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഹനുമാൻ ലങ്കയിൽ പ്രവേശിച്ച സമയത്ത് രാവണനും സീതയ്ക്കും ഒരേ സമയം ഇടത് പുരികം തുടിച്ചു എന്ന് പറയുന്നുണ്ട്. രാമന്റെ വലത്ത് പുരികത്തിന് തുടിപ്പ് ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. അതിന് അത്തരത്തിലുള്ള ചില ജനകീയമായ വിശ്വാസങ്ങളെ ചേർത്ത് വെക്കുന്നുണ്ട് നമ്മുടെ കവി. മാത്രമല്ല നമുക്കറിയാം ജീവിതത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് സത്യങ്ങൾ കഥിച്ചിട്ടുള്ളൊരു സാഹിത്യകാരൻ കൂടിയാണ് അദ്ദേഹം. ഒരുപാട് തത്വോപദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ആളാണ്. ആ കൂട്ടത്തിൽ ഇദ്ദേഹം കഥ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ജാതനെന്നാകിൽ വരും സുഖവും ദുഃഖവും എന്ന് പറയുന്നുണ്ട്. ജനിച്ചാൽ എന്തുണ്ടാവും ജീവിതത്തിൽ? സുഖവും ഉണ്ടാവും, ദുഃഖവും ഉണ്ടാവും. അത് രാമനാണെങ്കിലും സീതയാണെങ്കിലും രാവണനാണെങ്കിലും ജനിച്ചാൽ ഇത് അനുഭവിച്ചേ പറ്റുമെന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. ഇതിന് ശേഷമാണ് ഏറ്റവും ഭംഗിയുള്ള ഒരു സന്ദർഭം കടന്നു വരുന്നത്. നമ്മുടെ ഹനുമാനെ സീതയുടെ സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ഒരാള്. ഒരു രഹസ്യബന്ധം അവിടെ പവനനതിഗൂഢമായി കൂടെ തടഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി എന്നാ പറയുന്നത്. സ്വന്തം പുത്രന് വഴികാട്ടിയായിട്ട് അച്ഛനാണ് കൊണ്ടുപോകുന്നത്, കാറ്റാണ് കൊണ്ടുപോകുന്നത് ഹനുമാനെ എന്ന് പറയുന്നത്. അപ്പോ ശിംശപാവൃക്ഷ ചുവട്ടില് രാക്ഷസ സ്ത്രീകൾക്ക് നടുവിലിരിക്കുന്ന ജഗദീശ്വരിയെ കാണുന്നുവെന്ന് പറയുന്നു. ആശുകനാശു കാട്ടിക്കൊടുത്തിടിനാൻ എന്ന് അടിവരയിട്ടും പറഞ്ഞിരിക്കുന്നു. കാറ്റ് കാണിച്ചു കൊടുത്ത വഴിയിലൂടെ തൻ്റെ ലക്ഷ്യത്തിലെത്തുന്ന ഹനുമാനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ മാത്രമല്ല സീതാദർശനം വളരെ എങ്ങനെയാണ് ആദ്യമായി ഹനുമാൻ സീതാരൂപം കാണുന്നത് എന്നുള്ളത്. അത് മലിനതര ചിഗുരവും ആകെ മലിനമായിട്ടുള്ള മുടി, വസ്ത്രം, അതിദീനയായിട്ട് കൃശഗാത്രിയായിട്ട്, നമ്മൾ തന്വി കൃശഗാത്രി എന്നൊക്കെ സാഹിത്യകൃതികളിൽ വിരഹാവസ്ഥയിലുള്ള സ്ത്രീകളെ സൂചിപ്പിക്കാനാണ്. നല്ല തടിയുള്ള സ്ത്രീകളാണെങ്കിലും ആ സന്ദർഭത്തിൽ തന്വി എന്ന് വിളിക്കുന്നതിൽ ഒരു അപാകതയില്ല എന്നാണ് പറയുന്നത്. കാരണം വിരഹമാണോ ആ ഒരു പ്രയോഗം ഉചിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ അതികൃശഗാത്രിയായിട്ട് മലിന വേഷധാരിയായിട്ടിരിക്കുന്ന സീതാദേവിയെ കാണുന്നു. ഭയത്തോടെ വിവശതയോടെ ഭൂമിയിൽ ഉരുണ്ടും മനസ്സിലെപ്പോഴും ഭർത്താവിനെ തന്നെ നനച്ചുകൊണ്ടും രാമരാമേതി ജപിച്ചുകൊണ്ടുമിരിക്കുന്ന സീതയെ കാണുന്നുണ്ട് ഹനുമാൻ. എന്നിട്ടോ ഇത് കാഴ്ച കണ്ട ഉടനെ തന്നെ ഹനുമാന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ചിന്ത എന്ന് പറയുന്നത് കൃതാർത്ഥോസ്മ്യഹം, ഞാൻ കൃതകൃത്യ
സത്യനായി, ഞാൻ എൻ്റെ ലക്ഷ്യം കണ്ടു കഴിഞ്ഞു. ലക്ഷ്യം സാധിച്ചല്ല, ലക്ഷ്യം കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഈ ഒരു ഈ ഒരു സന്ദർഭം, ഈ രാക്ഷസ സ്ത്രീകൾക്ക് നടുവിൽ സീത ഇരിക്കുന്ന ഈ ഒരു സന്ദർഭത്തെ, സീതയുടെ ദൈന്യത്തെ, സീതയെ കണ്ടപ്പോഴുള്ള ഹനുമാന്റെ മാനസിക ഭാവത്തെയൊക്കെ ഏറ്റവും ഉദാത്തമായിട്ട് എഴുത്തച്ഛൻ വർണ്ണിച്ചു വെച്ചിരിക്കുന്നു. അതേസമയം തന്നെ നമ്മുടെ മാപ്പിള രാമായണത്തിൽ ഈ ഒരു സന്ദർഭത്തെ പറയുന്നതും കൂടി നമുക്കൊന്ന് ചേർത്ത് വെച്ച് വായിച്ചു നോക്കാം. അതിങ്ങനെയാണ്: കാലൻ കരിങ്കാലൻ രാവണൻ 10 താടി വടിപ്പിക്കും നേരത്ത്. 10 തലയുള്ള ആൾക്ക് 10 താടി വടിപ്പിക്കാനല്ല, 10 താടി വടിപ്പിക്കും നേരത്ത് വാലുള്ള മാനോ ലങ്കയിൽ ചാടി ചേലുള്ള കൊമ്പത്ത് കൂടുന്ന് പണ്ടാരക്കോയി പോൽ 5 പെണ്ണുങ്ങള് കുണ്ടാണ കൈവച്ചുറങ്ങുന്നു. രാക്ഷസ സ്ത്രീകളെയാണ് പറയുന്നത്. അപ്പോ അത് കൃത്യമായിട്ടും നമ്മുടെ നാടോടിയായിട്ടുള്ള, വാമൊഴിയായിട്ടുള്ള ഒരു പ്രാദേശിക ഇടത്തിൽ പ്രചരിച്ചിരുന്ന ഒരു ഭാഷ, അല്ലെങ്കിൽ ആ ഭാഷയിൽ വിനിമയം ചെയ്യുന്ന ഒരു രാമകഥ, അതാണ്. അപ്പൊ അതിലെങ്ങനെയാണ് ഒരാൾ ഈ പറഞ്ഞ ഭക്തിയും വൈകാരികാംശവും ഏറി നിൽക്കുന്ന രീതിയിൽ ഒരേ കഥയെ എങ്ങനെയാണ് എഴുത്തച്ഛനും മാപ്പിള രാമായണ കൃത്തും കൈകാര്യം ചെയ്തത് എന്നുള്ളത് അതിസരസമായി, ലളിതമായി, ഈ ഒരു സന്ദർഭത്തിന്റെ ഭാവഗരിമ ഒന്നുമില്ലാതെ മാപ്പിള രാമായണത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഭാഗത്തെ എത്ര ഉദാത്തമായിട്ടാണ് കൃതഹസ്തനായിട്ടുള്ള ഒരു കവിയുടെ കയ്യിൽ ആ സന്ദർഭം കിട്ടുമ്പോൾ പൊലിപ്പിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ രാവണനെ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോക്ഷാർത്ഥിയായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ വിപരീത ഭക്തിയാണുള്ളത്. നേർവഴിക്കുള്ള ഭക്തിയിൽ രാമനെ സ്തുതിച്ചുകൊണ്ട് മോക്ഷം പ്രാപിക്കുകയല്ല, സീതയെ കട്ടുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് എതിരിടും, അദ്ദേഹത്തിന്റെ കൈകൊണ്ട് മരിച്ചാൽ എനിക്ക് മോക്ഷം ലഭിക്കും, ഇങ്ങനെയുള്ള തരത്തിലുള്ളൊരു ഭക്തി ഉണ്ട്. അപ്പോ അത് അദ്ദേഹം പറയുന്നുമുണ്ട്, വൈകുണ്ഠ രാജ്യം എനിക്കെന്ന് കിട്ടുന്നു എന്ന് അദ്ദേഹം മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ സീതാദേവിയെ വന്നതെന്നും സാധൂകരിക്കുന്നുണ്ട് എഴുത്തച്ഛന്റെ രാമായണത്തിൽ രാവണനെ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അശോകവനിയിലെ സീതയുടെ ഇരിപ്പ് പറയുന്നിടത്ത് നമുക്ക് കൃത്യമായിട്ടും എഴുത്തച്ഛന്റെ നമ്മുടെ ഒരു മനഃശാസ്ത്രജ്ഞാനം, സാമൂഹിക മനഃശാസ്ത്രത്തിന്റെ ഒരു ജ്ഞാനം, നമ്മുടെ ശരീരശാസ്ത്രത്തിന്റെ, ബോഡി ലാംഗ്വേജിന്റെ ഒരു തലമുണ്ടല്ലോ, ഭാഷാശാസ്ത്രത്തിന്റെ ഒരു അവഗാഹമൊക്കെ കൃത്യമായിട്ട് കാണാം. സീതയുടെ ആ ഇരിപ്പ് വർണ്ണിക്കുന്നത് ഉരസിജവും ഒരു തുടകളാൽ മറച്ച ആദിപൂണ്ട് ഉത്തമാംഗം താഴ്ത്തി വേപധുഗാത്രിയായിരിക്കുന്ന സീതയാണ് പറയുന്നത്. 2 തുടകൾക്കുമിടയിൽ മുഖം കുനിച്ച്, അതായത് ശരീരത്തെ ഏകദേശം പൂർണ്ണമായും മറച്ചിരിക്കുന്ന സീതയെ, ഒട്ടും വെളിപ്പെടാൻ ആഗ്രഹിക്കാത്ത എല്ലാ സങ്കോചങ്ങളും, സീതയുടെ എല്ലാ ആധികളും വ്യാധികളും ദുഃഖവും സങ്കോചവും എല്ലാം ആ ഒരൊറ്റ ഇരിപ്പിൽ നമുക്ക് വ്യക്തമാണ്. മാത്രമല്ല, നമ്മൾ പറയും, ആളുകളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും കൈകെട്ടി നിന്ന് സംസാരിക്കരുത്. കാരണം ആ ഒരു സംഭാഷണത്തിൽ നമ്മൾ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കൈകെട്ടി നിൽപ്പിന്റെ വിമുഖതയുടെ ലക്ഷണമാണതെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ വന്നിരിക്കുന്ന രാവണന്റെ ഈ കടന്നുവരവ് എനിക്ക് താല്പര്യമില്ല, എന്നെ അയാൾ കാണുന്നത് എനിക്കിഷ്ടമായ കാര്യമല്ല, അയാളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ഒട്ടും കംഫർട്ടല്ല എന്നുള്ളതാണ് ആ ഒരു ഇരിപ്പിന്റെ നില എന്ന് പറയുന്നത്. അപ്പോ എങ്ങനെയാണ് സീതയുടെ മനസ്സ് പ്രതികരിക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലുള്ള സ്ത്രീ ആ സന്ദർഭത്തെ അഭിമുഖീകരിക്കുന്നത് എന്ന് കൃത്യമായി കവി കണ്ടുപിടിച്ചിരിക്കുന്നു. മാത്രമല്ല, രാവണന്റെ ചില പ്രലോഭനങ്ങളുണ്ട്, അതിൽ ഭയപ്പെടുത്തലുണ്ട്, ഭീഷണിയുണ്ട്, വലിയ വലിയ പ്രലോഭനങ്ങളുണ്ട്, ഒക്കെയുമുണ്ട്. അപ്പൊ അതില് പറയുന്ന ചില കാര്യങ്ങള്, ഭവതിയെയും ഒരു ശബരതരുണിയെയും കണ്ടിട്ടുണ്ടെങ്കിൽ അവന് വലിയ ഭേദമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഒരു കാട്ടാള സ്ത്രീയെയും നിന്നെ കണ്ടാല് വലിയ വ്യത്യാസമൊന്നും നിന്റെ ഭർത്താവിന് തോന്നുന്നില്ല. എല്ലാ ഭാര്യമാരുടെയും സ്വകാര്യ അഹങ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഏറ്റവും
പ്രിയപ്പെട്ടവൾ, അല്ലേ? അപ്പോൾ ആ ആ ഒരു യുണീക്നെസ് ആണ് അവിടെ നിനക്കില്ല എന്ന്, അല്ലെങ്കിൽ നിന്നിലില്ല എന്ന് പറഞ്ഞ് അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല, നീ എന്തിനാണ് കൈവന്ന ഈ വലിയ സ്വർണ്ണ ഖനിയെ ഉപേക്ഷിച്ചിട്ട് കാജത്തെ കാക്ഷിക്കുന്നത് എന്ന് പറയുന്നു. കാക്കപ്പൊന്നിന് വേണ്ടി തിരയുന്നത്. പോട്ടെ, ഇവിടെ വന്നില്ലേ, ഇത്രയും ഐശ്വര്യത്തിലല്ലേ നിന്നെ കൊണ്ടുവന്നിട്ടുള്ളത്, എന്നെ സ്വീകരിക്കൂ എന്നുള്ള വലിയ പ്രലോഭനങ്ങൾ. അപ്പോ ഇതിനോടുള്ള സീതയുടെ പ്രതികരണം, സീത അവിടെ ഗാഗുവ വിളിക്കുകയും സമരം ചെയ്യുകയും അട്ടഹസിക്കുകയും അധിക്ഷേപിക്കുകയും ഒന്നുമല്ല ചെയ്യുന്നത്. ഒരു പുൽക്കൊടി എടുത്ത് മുന്നിലേക്കിടുകയാണ്. തൃണസമാനനാണ് എനിക്ക് നീ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം, നീ എന്നെ പ്രലോഭിപ്പിക്കാൻ പറഞ്ഞ എല്ലാം എനിക്കിതാ ഇത്രയേ ഉള്ളൂ. പിന്നീട് സീത പറയുന്നുണ്ട്, നിനക്ക് നല്ലതിനല്ല, നിന്നെ കൊല്ലും, അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ വളരെ കാര്യമായി തന്നെ പറഞ്ഞ് ഫലിപ്പിക്കുന്നുണ്ട്. ആ പറച്ചിലിനേക്കാൾ വലുതായിരുന്നു ഈ ഒരു പ്രവൃത്തിത, ഇത്രയേ ഉള്ളൂ എനിക്ക് നീ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തിലാണെങ്കിലും, ഏതൊരു കലാരൂപത്തിലാണെങ്കിലും നമ്മളൊരു സന്ദർഭത്തെ പൊലിപ്പിക്കാനെടുക്കുന്ന ചില ടൂൾസ് ഉണ്ട്. അത് നാടകത്തിലാണെങ്കിലും മറ്റ് കലാരൂപങ്ങളിലാണെങ്കിലും, ഒരു സ്റ്റേജ് പെർഫോമൻസിൻ്റെ, ഒരു നൃത്തത്തിലാണെങ്കിലും, ഒരു സാഹിത്യകൃതിയിലാണെങ്കിലും എല്ലാം ഈ ടൂൾസിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. നമ്മുടെ ഒരു വാക്കിനെ ഉപയോഗിക്കുന്നത്. അപ്പം ഈ പുൽക്കൊടിയും അവിടെ ഒരു വലിയ ഭാഷയായിട്ട്, വലിയൊരു പ്രതീകമായിട്ട്